അരി വെള്ളത്തിലിട്ട് കുതിർത്തത്, ചോറ്, തേങ്ങ, പുളിമാവ്, അപ്പം ഉണ്ടാകാം, അരച്ചെടുക്കാം. അരി, തേങ്ങ, ചോറ്, പുളിമാവ്, കുറച്ച് വെള്ളം, പിന്നെ കുറച്ച് ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് അരച്ചെടുക്കണം. അരിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത്, അപ്പത്തിനാവശ്യം ഉപ്പ് ചേർത്ത്, ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നു. ഇനി മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പത്തിൻ്റെ മാവരച്ചു ശരീരത്തിലേക്ക് പകർത്തി വെക്കുന്നു. ഇത് കഴുകി കുറച്ച് വെള്ളം കൂടെ എടുത്ത് വെക്കും. നാളെ തെളിവിട്ട് കഴിഞ്ഞ് മാവിലേക്ക് ഒഴിച്ച് ഇളക്കാം. അപ്പത്തിൻ്റെ മാവ് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. വെള്ളം തെളി വിട്ട് കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. ഈ വെള്ളങ്ങളെ ചേർക്കും. ഊറിയ വെള്ളം. മാവ് നന്നായിട്ട് പുളിച്ച് മണമൊക്കെ ഉണ്ട്, പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഇനി അപ്പം ചൂടാം. അപ്പത്തിന് കറിക്കുള്ള സാമഗ്രികൾ: പൊട്ടറ്റോ, ഓണിയൻ, ജിഞ്ചർ, ഗാർലിക്, കറി ലീവ്സ്, ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, എക്സെട്ര. കിഴങ്ങ് ആദ്യം കുക്കറിൽ വെള്ളം ഒഴിച്ച് പുഴുങ്ങിയെടുക്കുന്നു. മൂന്ന് ചീനച്ചട്ടിയിൽ അപ്പം ചൂടാനും. അപ്പം അടുത്ത ചീനച്ചട്ടിയിൽ ഒഴിക്കാം. എണ്ണ തിരിച്ച് മാവ് വെച്ച് മൂടി വെക്കാം. മൂടി വെച്ചു. ഈ മൂന്നാമത്തെ ചീനച്ചട്ടി ഇതും മൂടി വെക്കാം. അപ്പം ഇതെടുക്കാം. പാലപ്പം. 3 ചട്ടിയിൽ ചൂടാക്കാം. ചട്ടിയിൽ അപ്പം വെന്തു. ഇനി ഇതെല്ലാം എടുക്കാം. ഈ അപ്പവും വെന്തു. ഇതെല്ലാം കൊണ്ടിടക്കാം. മാവെല്ലാം അപ്പമാക്കി അപ്പം ചുട്ട് കഴിഞ്ഞു. അപ്പം കിട്ടി. പാലപ്പം. പൊട്ടാറ്റോ പുഴുങ്ങി. ഇനി ഇത് സവോളയൊക്കെ വഴറ്റിയിട്ട് കറി വെക്കാം. ചൂടായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ പൊളിക്കാം.
ചെറുതായിട്ട് പീസാക്കാം, കട്ട് ചെയ്യാം. സബോള വെച്ച് എണ്ണ ചൂടായി കടുകുത്തി സബോള മൂത്തു. ഇനി പൊടികളൊക്കെ ചേർക്കാം. ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡർ, ഗരം മസാല പൗഡർ, അതല്ലെങ്കിൽ കറി പൗഡർ, മീറ്റ് മസാല വെച്ചേക്കാം. പൊടിച്ചെടുത്ത് സ്മാഷ്ഡ്. കുറച്ച് മീറ്റ് മസാലപ്പൊടി ചേർക്കുന്നു. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കൊറിയാണ്ടർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് അരപ്പ് കൂട്ടിക്കുന്നു. ഇനി ഇതിലേക്ക് കിഴങ്ങിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് adding potatoes, mashed potatoes and water and boiling. പൊട്ടറ്റോ ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം. pouring enough water and mixing. Potato curry and appam. Potato curry for appam. വേവ് വേണമെങ്കിൽ കുറച്ചുകൂടെ വേവെടുക്കാം. ഇതിൽ വേണമെങ്കിൽ കോക്കനട്ട് മിൽക്ക് ഓർ കൗ മിൽക്ക് ചേർക്കാം. ഫോർ മോർ ഗ്രേവി തിക്നെസ് ഞാനിച്ചിട്ട് മിൽക്ക് പൗഡർ വെള്ളം ഒഴിച്ച് ചേർക്കുകയാണ്. പൊട്ടറ്റോ കറി തിളച്ചു. ഇതിലേക്ക് പാല് ചേർക്കാം. തേങ്ങാപ്പാലോ പശുവിൻ പാലോ ചേർക്കാം. മിൽക്ക് പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പൗഡർ മിൽക്ക്. അങ്ങനെ പൊട്ടറ്റോ കറി റെഡി. അപ്പവും കിഴങ്ങറി. കോവയ്ക്ക തോരൻ വെക്കാനുള്ള സാമഗ്രികൾ: കോവയ്ക്ക വീട്ടിൽ ഉണ്ടായ ഉള്ളിമുളക്, കറിവേപ്പില, തേങ്ങ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് തോരനാക്കും. അരിഞ്ഞ് ഉള്ളി, മുളക്, കറിവേപ്പില, തേങ്ങ ചരണ്ടിയത് ഈ തോരൻ വയ്ക്കാം. കോവയ്ക്കയ്ക്ക് ആഴി വന്നു. തേങ്ങ ഇട്ട് ഇളക്കി വെള്ളം